ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 2025 വർഷം എല്ലാവരുടെയും ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ജോലി എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ നമ്മളെല്ലാവരും ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ലൊരു പ്രൗഡ് മൊമെൻറ്റ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെറിയൊരു വിഷൻ ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ വെച്ചതെന്ന് പറഞ്ഞാൽ കൂടുതലും അഫർമേഷൻസ് ആണ് കേട്ടോ. നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. നമുക്ക് ഇത്രയും ഇപ്പോൾ ഒരു റാങ്ക് ഇത്ര മേടിക്കാം, ഈ ഒരു രീതിയിൽ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാം, ശരിക്കും എന്താ എക്സസൈസും യോഗ, നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വർഷം എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. നമുക്കിപ്പോൾ മണി അഫർമേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമുക്ക് എഴുതി വയ്ക്കാം. ചെറിയൊരു ബോർഡ് പോലെ ഉണ്ടാക്കി അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഞാൻ കൂടുതലും എൻ്റെ ഡ്രീം ജോബ് അല്ലെങ്കിൽ എൻ്റെ അഫർമേഷൻസൊക്കെയാണ് ചെയ്തത്. മണി അഫർമേഷൻസ്, പിന്നെ കുറച്ച് യോഗ, അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കുറച്ച് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ബോർഡിലൊന്ന് ചെയ്തു വെച്ചു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നല്ലൊരു കലണ്ടർ മേടിച്ചു കേട്ടോ. അപ്പം ഗവൺമെൻറ് കലണ്ടറാണ് മേടിച്ചത്. അപ്പം ഞാൻ കരുതിയിട്ട് നല്ലൊരു ജോലി ആയിട്ട് ആ ഒരു കലണ്ടർ കിട്ടുമല്ലോ, ഒരു പ്രൗഡ് ഫീലാണല്ലോ ആ ഒരു കലണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും അത് മേടിക്കാമെന്ന് കരുതി അത് മേടിച്ചതാണ്. അപ്പം പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ളത് ഒരു ഡയറിയാണ് കേട്ടോ. അപ്പം മുമ്പ് ജേർണലിംഗ് ഒക്കെ എഴുതുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. അപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിപ്പോകരുത്. ഒരു ജേർണലിങ് നമ്മളൊരു എഴുതുവാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ എന്താണ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതാം. നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. നമുക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് എഴുതിയാലും മതി. മാക്സിമം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുന്നോ ആ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് മാക്സിമം എഴുതാം. നമ്മൾ ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ആ സമയത്ത് പിന്നെ പോയി കിടക്കാവുന്നതാണ്. നമ്മളെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി, നമ്മുടെ അഫർമേഷൻസ് ആയാലും മതി, നമ്മൾ നാളെ എന്തൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ മതി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വയ്ക്കാം. മാക്സിമം ഒരുപാട് സമയം എടുക്കേണ്ട, നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ്. നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് അല്ല, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അത് ആവണമെങ്കിൽ നമുക്ക് മാക്സിമം നമ്മളെ കയ്യിലുള്ള നമ്മുടെ എത്ര രൂപയുണ്ട്, നമുക്ക് ചിലവാക്കുന്നത് എത്രയാണ്, നമ്മൾ എത്രയാണ് സേവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് എഴുതുമായിരുന്നു. ഇപ്പം ഇടയ്ക്ക് ഞാൻ പിന്നെ അങ്ങ് നിർത്തി വെച്ചു. വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഈ വർഷം എന്തായാലും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ലെറ്റർ പാഡ് എഴുതിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എഴുതി വെച്ചു. ഇന്ന ദിവസം നമ്മൾ എന്തൊക്കെ ചിലവ് ചെയ്തു, എന്തൊക്കെ നമ്മളതിൽ ഇനി സേവ് ചെയ്യാം, നമുക്ക് ഇനിയും കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാമല്ലോ നമ്മളങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്ക്. മറ്റേ നമ്മൾ ഇഷ്ടം പോലെ ചിലവാക്കിയാൽ നമുക്ക് എത്രത്തോളം ചിലവ് ചെയ്തെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇനി നമ്മുടെ കയ്യിൽ സേവ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടെന്നോ ഒക്കെ ഉള്ളൊരു അറിയാനൊക്കെയുള്ള നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരും. ഈ നമ്മളൊന്ന് എല്ലാ ദിവസവും അന്നത്തെ ചെറിയൊരു ചിലവായാലും മതി, അത് നമുക്കൊന്ന് കുറിച്ച് വയ്ക്കുന്നതിൽ നമുക്ക് പിറ്റേ ദിവസം അത് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല നമുക്ക് ആ ഒരു മാസം നമുക്ക് ആ മന്ത് എൻഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പം വീട്ടമ്മമാർക്കാണ് നമുക്ക് കൂടുതൽ ഇത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് വയ്ക്കാം. നമുക്കെന്തായാലും നമ്മുടെ സേവിങ്സ് നമുക്ക് ഫാമിലിയിലോട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്നതിന് ഒരു ബെറ്റർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത്. അപ്പം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെറിയൊരു ജപമാല പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നുള്ളത് എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് ആ ജേർണലിംഗ് ബുക്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയില്ല. നമുക്ക് എന്താണ് നമുക്ക് തോന്നുന്നത് അത് എഴുതാം കേട്ടോ. ഞാൻ ഇന്ന് എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ PSCയുടെ നമ്മുടെ ഇതൊക്കെ മാറിയല്ലോ, പാസ്വേഡ് മാറിയല്ലോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് അതൊന്ന് എഴുതി വെച്ചു, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പഴയ നമ്മൾ പാസ്വേഡ് തന്നെ ചെന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അതൊന്ന് മറന്നു പോകാതിരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അതിൻ്റെ കാറ്റഗറി നമ്പറും കൂടെ എഴുതി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കും, നമ്മളൊരു സോൾഫുൾ ആയിരിക്കണം നമ്മുടെ ഡയറി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മളെ ചിന്തകളെന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഒരു ദിവസം എടുക്കുമ്പോഴത്തേക്ക്. മാക്സിമം നമ്മൾ എടുക്കുക, നമ്മൾ ഫ്രീ മൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറയാൻ കേട്ടോ. പിന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഞാൻ ഇന്നലെ കുറച്ച് കറണ്ട് അഫയേഴ്സൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനാവുന്നില്ലായിരുന്നു. ഒരു മണി വരെയൊക്കെ നോക്കി കേട്ടോ, പക്ഷേ അപ്ലോഡ് ആവുന്നില്ലായിരുന്നു.
അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാക്സിമം ഞാൻ കറണ്ട് അഫയേഴ്സ് ഇടാൻ നോക്കാം. അപ്ലോഡ് ആവുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. 2024 കുറച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്, പക്ഷേ പറ്റിയില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.